നിത്യാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്സയ്ക്കും മന്തിക്കുമൊക്കെ കൂടെ കഴിക്കുന്ന തക്കാളി ചട്നിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാനിവിടെ 2 വലിയ തക്കാളിയും ഒരു ചെറിയ സവോളയുടെ ഹാഫും എടുത്തിട്ടുണ്ട്. ഇതിനി ചെറിയ കഷണങ്ങളായി മുറിച്ച് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവധികം ആവശ്യമില്ലെങ്കിൽ 2 പച്ചമുളക് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. കപ്സയും മന്തിയും ഒക്കെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.